ഈശോയ്ക്കും എൻ്റെ കൃപാസന മാതാവിനും ഒത്തിരിയേറെ നന്ദി. എൻ്റെ പേര് ആൻമരിയ ജോയ്. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂര് പാർപ്പുറ ഇടവകയിൽ നിന്നാണ്. 2018 ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെ പറ്റിയും ഇവിടുത്തെ പ്രാർത്ഥനകളെ പറ്റിയെല്ലാം അറിയുന്നത്. അന്ന് ഞാൻ MCA 5th സെം പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം നടക്കുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റിനെ സമർപ്പിച്ചുകൊണ്ട് ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇടുകയും അന്ന് മുതൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തുടങ്ങുകയും ചെയ്തു. പ്ലേസ്മെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ടഫായിരുന്നെങ്കിലും മാതാവ് അന്ന് എനിക്ക് ഇൻഫോസിസിൽ പ്ലേസ്ഡ് ആക്കി എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് അങ്ങോട്ട് മാതാവ് എൻ്റെ കൂടെയുണ്ട്. മാതാവിനെ ഞാൻ എപ്പോഴും വിളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. 2019 എനിക്ക് വിവാഹം ആലോചിച്ച് തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വിവാഹ ജീവിതത്തെ പറ്റിയുള്ള ടെൻഷനും എല്ലാം കാരണം മാതാവ് എനിക്ക് അനുയോജ്യമായ ഒരു വരനെ നൽകി എന്നെ അനുഗ്രഹിക്കണമെന്നായിരുന്നു അന്ന് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ച നിയോഗം. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചു പോയ അന്ന് വന്ന പ്രപ്പോസലാണ് പിന്നീട് എൻ്റെ വിവാഹത്തിലേക്ക് എത്തുകയും മാതാവ് എന്നെ കലവൂർക്ക് മാതാവിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കൊണ്ടുവന്നെത്തിച്ചത്. അത് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയും ചെയ്യുന്നു. പിന്നീട് മാതാവിനോട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ച പല നിയോഗങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 22 ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ ഒരു 2ാമത്തെ കുഞ്ഞിന് സമയമാകുമ്പോൾ തന്നേക്കണേ മാതാവേ എന്നുള്ളതും. രണ്ടാമത് ഞാൻ വെച്ച നിയോഗമായിരുന്നു, ഇപ്പം ഞാൻ കയറിയ ഓർഗനൈസേഷനിൽ കയറിയിട്ട് 1.5 കൊല്ലമായി. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ 1.5 കൊല്ലമായി. അപ്പോൾ ഹൈക്കും പ്രൊമോഷനും ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഒരു ജോബ് ചേഞ്ച് നോക്കി തുടങ്ങാം എന്നുള്ള രീതിയിൽ ഞാൻ 2ാമത്തെ നിയോഗം വെച്ചു. അപ്പോൾ ഈ 2 നിയോഗം വെച്ച സമയത്ത് എനിക്ക് അറിയായിരുന്നു രണ്ടും ഒരുമിച്ച് എന്തായാലും സാധിക്കില്ല. കാരണം കുഞ്ഞിനെയാണ് മാതാവ് തരുന്നെങ്കിൽ ഞാൻ വേറൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എൻ്റെ ഇപ്പോഴത്തെ ഓർഗനൈസേഷനിലെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് പ്രൊബേഷൻ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞൊരു മെറ്റേണിറ്റി ലീവ് കിട്ടുക സാധിക്കില്ല. പക്ഷെ ഞാൻ നിയോഗം വെച്ച സമയത്ത് ഞാൻ 2 നിയോഗവും വെച്ചു. പിന്നീട് ഒരു നവംബർ പകുതിയായപ്പോൾ എൻ്റെ പ്രൊജക്റ്റ് മാനേജർ വിളിച്ചിട്ട് പറയുവാണ്, ജനുവരിയിലായിരുന്നു റിലീസെങ്കിലും ഇപ്പോഴത്തെ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാവുകയാണ്, നവംബർ ലാസ്റ്റോട് റിലീസാവും, അപ്പോൾ വേറെ പ്രൊജക്റ്റ് നോക്കി തുടങ്ങിക്കോ എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞായിരിക്കും മാതാവ് തരുന്ന നിയോഗം, അപ്പോൾ അത് സ്വീകരിച്ച് മുന്നോട്ട് പോവാം, വേറെ ഇൻറ്റേർണൽ മൂവ്മെൻറ്റ് പ്രൊജക്റ്റ് ഏതെങ്കിലും കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലിരുന്നു. പക്ഷേ ഡിസംബർ സമയം IT ഫീൽഡുകാർക്ക് അറിയാം പ്രൊജക്റ്റ് കിട്ടാൻ ഭയങ്കര പാടുള്ള സമയമാണ്. കാരണം ക്ലയൻ്റ് എല്ലാം ലീവിന് പോവും. പിന്നീട് അവർ വെക്കേഷൻ കഴിഞ്ഞ് ഒരു ജനുവരി ലാസ്റ്റൊക്കെ ആകുമ്പോൾ വരുമ്പോഴാണ് പിന്നെ ഒരു പ്രൊജക്റ്റ് അസൈൻ ആവുക എല്ലാം. അപ്പോൾ അത്രയും നാൾ പ്രൊജക്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നമ്മുടെ യൂട്ടിലൈസേഷൻ കുറയും, നമുക്ക് ഹൈക്ക് കിട്ടാനും പ്രൊമോഷൻ കിട്ടാനൊക്കെ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ 2 നിയോഗം വെച്ചെങ്കിലും കുഞ്ഞായിരിക്കും നീ തരുന്നത് എന്ന് വിചാരിച്ചിരുന്നെങ്കിലും എനിക്കൊരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. പ്രൊജക്റ്റ് പോയല്ലോ, പ്രൊജക്റ്റ് കഴിഞ്ഞല്ലോ, ഇനിയൊരു പ്രൊജക്റ്റ് കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ റിലീസാവണേന് ഒരാഴ്ച മുന്നേ എനിക്കൊരു കോൾ വരുവാണ്. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ സോഫ്റ്റ്വെയർ ലാബ്സിൽ നിന്ന് അത് കിട്ടാൻ പാടാണ്, അവിടേക്ക് കിട്ടാൻ പാടാണ്. എന്നാൽ അവിടെ നിന്ന് എനിക്കൊരു കോൾ വരുവാണ്, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ മുന്നേ അപ്ലൈ ചെയ്താണ് ഒരു ആപ്ലിക്കേഷൻ കണ്ടിട്ടാണ് അവരെന്നെ വിളിക്കുന്നത്, ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കറണ്ട് അസൈൻമെൻറ്റ് കഴിഞ്ഞിട്ടില്ല, എനിക്കാണെങ്കിൽ ഒന്ന് ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആവാനുള്ളൊരു സമയവും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇമ്മീഡിയറ്റ് ഓപ്പണിംഗ് ആണ്, ഇപ്പോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഓപ്പണിംഗ് പോയെന്ന് വരാം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തോ ഇൻ്റർവ്യൂ പ്രിപ്പയർഡ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഉടമ്പടിയിലാണ്, മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ ചെല്ലുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ മാതാവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് അവർ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ഞാൻ തലേന്ന് തന്നെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയവും എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പോകുന്ന വ്യക്തികളുടെ പേരുമെല്ലാം എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൃപാസന മാതാവ് ഘടികാരത്തിൻ്റെ മാതാവാണ്. ആ സമയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. തലേന്ന് രാത്രി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞാൻ മാതാവിനോട് പറഞ്ഞത്, മാതാവേ ഈ ഒരു ഓഫർ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മാതാവ് സാധിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഞാൻ സാക്ഷ്യം പറയുന്നത് ഇത് ആദ്യമായിട്ടാണ്.
അപ്പോൾ തലേന്ന് ഞാൻ എങ്ങനെയായിരിക്കും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിക്ക് സാക്ഷ്യം പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിറ്റേന്ന് എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞത്, അച്ഛൻ്റെ അന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികളുമായിട്ടും ഇന്ന് നടത്താൻ പോകുന്ന സംഭാഷണങ്ങളുമായിട്ടും ജീവിതത്തിൽ ഇന്ന് നടത്താൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചത്. അച്ഛൻ അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞു, ഉടമ്പടിയിലെ ഏറ്റവും വലിയ വാഗ്ദാനം എന്ന് പറയുന്നത് വെറെവർ യു ഗോ ഐ വിൽ ബി ദെയർ വിത്ത് യു എന്നുള്ളതാണെന്ന്. അപ്പം ഞാൻ മനസ്സിലുറപ്പിച്ചു, ഇത് എനിക്ക് വേണ്ടിയാണ് അച്ഛൻ പറയുന്നത്. നന്നായി പ്രാർത്ഥിച്ചു. അന്നത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂകളിൽ ഏറ്റവും ബെസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അന്ന്. ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം പറയാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, പാസ്സാവുമായിരിക്കും. അടുത്ത ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തു. തേഴ്സ്ഡേ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ്. മൺഡേ അടുത്ത ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തു. അപ്പം അത് ടെക്നോപീഡിയം റൗണ്ട് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ടെക്നിക്കൽ റൗണ്ടും ഉണ്ടാവും, മാനേജർ റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പം അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ച ചോദ്യങ്ങളിൽ പലതും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഓർത്ത്, മാതാവേ നീ കൂടെ ഉണ്ടാവണേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂവറുടെ മുഖം കാണുമ്പോൾ അറിയാം ഇത് കിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് പുള്ളി പറയുകയും ചെയ്തു, ഐ ആം സീയിങ് സം ഗ്യാപ്സ് ഇൻ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കത് കിട്ടില്ല എന്നുള്ള വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്തിരുന്നത് വേറെ ഈ ടെക്നോളജിയിലാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആ ടെക്നോളജിയിലെ കാര്യങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു ഞാൻ. അപ്പോൾ പുള്ളി പറയുവാണ് ലാസ്റ്റ്, അപ്പോൾ ഞാൻ ഓർത്ത് കിട്ടില്ല ആ ഇൻ്റർവ്യൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഇൻ്റർവ്യൂവിൽ ലാസ്റ്റ് പുള്ളി പറയുവാണ്, ഈവൻ ദോ ഐ ആം സീയിങ് സം ഗ്യാപ്സ് ഇൻ യു, ഐ ആം സീയിങ് എ പോസിറ്റിവിറ്റി ഇൻ യു. ഞാൻ ആൻസർ ചെയ്ത കാര്യങ്ങളുടെ പേരിലല്ല അന്ന് ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായത്. മാതാവ് ഇടപെട്ട്, കാരണം പുള്ളി പറയുവാണ് ഈവൻ ദോ ഐ ആം സീയിങ് ഗ്യാപ്സ് ഐ ആം സീയിങ് പോസിറ്റിവിറ്റി ഇൻ യു. മാതാവ് പറയിപ്പിച്ചതാണ് ആ മാനേജറിലൂടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. വേറൊരു കമ്പനിയിലേക്ക് ഞാൻ മാറുന്നതിന് തുല്യമായ ഒരു ഓഫർ നൽകി അമ്മ എനിക്ക് ആ ജോബ് തന്നു. മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി. ഞാൻ 2018 അമ്മേനെ അറിയുന്നത് മുതൽ മുടങ്ങാതെ ചെല്ലുന്നതാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബലം തരുന്നത് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു. ഇവിടെ നമുക്ക് കൃപാസനത്തെ പറ്റി പല കോൺട്രവേഴ്സീസ് ഉണ്ടാകുന്ന സമയത്തും എൻ്റെ കഴുത്തിലേക്ക് കാശ് രൂപ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പലരും കളിയാക്കി എൻ്റെ അടുത്ത് പറയും കൃപാസനത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ പറയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കെൻ്റെ കൃപാസന മാതാവിൽ വിശ്വാസമാണ്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യവും എനിക്ക് സാധിക്കാതിരുന്നിട്ടില്ല ഇന്നേ വരെ. പറയുന്നവർ പറയട്ടെ, ഞാൻ എൻ്റെ കൃപാസന മാതാവിൽ ഉറച്ചു നിന്ന് ഇപ്പോഴും ആ പ്രാർത്ഥന തുടരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:14 എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ആൻമരിയ ജോയ് എന്ന ഈ സഹോദരി എത്ര സന്തോഷത്തോടു കൂടിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തെ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. മകൾ പറയുന്നുണ്ട്, ഇവിടെ കാലുകുത്തിയ നാൾ മുതൽ, ഉടമ്പടി എടുത്ത് ജീവിച്ച നാൾ മുതൽ മകളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പഠനത്തിലുള്ള പുരോഗതിയും വിജയവും, വീണ്ടും വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിരുന്ന നാളുകളിൽ ആ നിമിഷങ്ങളിൽ തന്നെ വിവാഹം അനുയോജ്യമായത് കണ്ടെത്തുവാനും അമ്മ മാതാവിൻ്റെ നാട്ടിലേക്ക് തന്നെ വന്നെത്തിച്ചേരുവാനുള്ള ഭാഗ്യം ലഭിക്കും വിധം വിവാഹം വളരെ നന്നായി അമ്മ മാതാവ് നടത്തിക്കൊടുത്തതിനെക്കുറിച്ച്, വീണ്ടും രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ചും ജോലിയിൽ ഒരു വ്യത്യാസത്തെക്കുറിച്ചും സാലറി ഹൈക്കിനെക്കുറിച്ചും ആഗ്രഹിച്ച നിയോഗത്തിൽ എഴുതിയിടുമ്പോൾ രണ്ടും കൂടി ഒരുപോലെ നടക്കില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത് ശരിക്കും എഴുതിയിടുന്നത്. എങ്കിലും അമ്മ മാതാവ് എല്ലാം വളരെ പ്രത്യേകതയോടുകൂടി ക്രമീകരിച്ച് കുഞ്ഞിനെയും ഉദരത്തിൽ നൽകി, അതുപോലെ തന്നെ സാലറി ഹൈക്കോടുകൂടി അതേ കമ്പനിയിൽ തന്നെ മെച്ചപ്പെട്ട ജോലിയും നൽകി മകളെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത്. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടത് എത്ര സ്നേഹത്തോടു കൂടിയാണ് അമ്മ മാതാവുമായിട്ടുള്ളൊരു ബന്ധം, ഒരു ശരണപ്പെടുന്ന സ്നേഹത്തിൻ്റെ ബന്ധം മകൾ സൂക്ഷിക്കുന്നതെന്ന വാക്കുകളിൽ വ്യക്തമാണ്. ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ, പ്രത്യേകിച്ച് ഉടമ്പടിയുടെ കാശുരൂപം
എന്നും തൻ്റെ കഴുത്തിൽ ധരിച്ചുകൊണ്ട് ഞാൻ അമ്മയുടെ മകളാണെന്ന് എല്ലാവരോടും പറയുവാൻ ഒട്ടും മടിയില്ലാതെ ജീവിക്കുന്ന മകളെയാണ് നമ്മൾ അൾത്താരയിൽ കാണുന്നത്. കാരണം ജീവിതത്തിൻ്റെ അല്പം കൂടി മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് ജോലി ചെയ്യുക. വിദ്യാഭ്യാസം കൊണ്ടും തൊഴിൽ കൊണ്ടും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ അവിടെയും ഐ ബിലോങ് ടു ജീസസ്, ഐ ബിലോങ് ടു മേരി എന്ന് പറയുവാൻ ഒട്ടും സങ്കടമില്ല എന്ന് പറയുന്നതാണ് സുവിശേഷ പ്രഘോഷണം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രതി അഭിമാനിക്കുന്നു, എൻ്റെ കർത്താവിൻ്റെ നാമത്തെ പ്രഘോഷിക്കുവാൻ ഞാൻ സന്തോഷിക്കുന്നുവെന്ന് ഒരു വ്യക്തി പറയുമ്പോൾ അത് ആ ജീവിതത്തെ സ്വർഗം അടയാളപ്പെടുത്തുകയാണ്. നാം കൊടുക്കുന്ന ഏതൊരു ചെറിയ കാര്യത്തിൽ പോലും പ്രത്യേകമാവിധം ദൈവികമായ സംരക്ഷണം നമുക്ക് അനുഭവിക്കുവാൻ അതിലൂടെ സാധിക്കും. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, അതിരത്തിൽ യേശു കർത്താവ് രക്ഷകനെന്ന് ഏറ്റുപറയുകയും അത് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കുന്നതെന്ന്. അത് മകൾ ജീവിതത്തിലൂടെ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുക പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, അതത്ര ഭാരപ്പെട്ട കാര്യവുമല്ല. അത് എത്ര കണ്ട് നമ്മൾ അമ്മ മാതാവിൽ ആശ്രയിക്കുന്നു, എത്ര കണ്ട് അമ്മ മാതാവിനോട് ഒരു മകൾ അമ്മ ബന്ധത്തിലൂടെ ആ ജീവിതത്തെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അമ്മ വേണ്ടുന്ന ക്രമീകരണങ്ങൾ നടത്തി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു നിമിഷം പോലും നമുക്ക് പാഴാവാത്ത വിധം എല്ലാം അനുഗ്രഹമാക്കി തരുന്നു. മകളുടെ സാക്ഷ്യത്തിൽ അതെല്ലാം ഉണ്ട്. ഒന്ന്, കുഞ്ഞിനെക്കുറിച്ചുള്ള ആഗ്രഹത്തെ സാധിക്കുന്നതിനൊപ്പം ഒരു ദിവസം പോലും നഷ്ടപ്പെടാത്ത വിധം ജോലിയിലുള്ള പുതിയ സ്ഥാനക്കയറ്റത്തെ മകൾക്ക് അനുവദിച്ചു നൽകുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളെ, നിയോഗങ്ങളെ പരിശുദ്ധമായ തിരുസവിധത്തിൽ സമർപ്പിച്ചുകൊണ്ട് വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കരങ്ങളടിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം.